ADGP M. അജിത് കുമാർ RSS കൂടിക്കാഴ്ച വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം പിടിയണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലസ്ഥാനത്ത് പോലും ഇങ്ങനെ ഒരു അലംഭാവം, ഇത്ര ഒരു എഫിഷ്യൻസി ഇല്ലായ്മ, ഒരു കാര്യക്ഷമത ഇല്ലായ്മ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഗ്രാമങ്ങളിലുള്ള കുടിവെള്ളത്തിൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ റോഡുകളുടെ സ്ഥിതിയും മറ്റു കാര്യങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. വാട്ടർ അതോറിറ്റിയും അതുപോലെ ഒരു PWD വർക്കും വന്നാൽ ബാക്കി കാര്യങ്ങൾ വന്നാൽ അതിനൊരു കോർഡിനേഷൻ ഇല്ല, ഒന്നിനും ഒരു നിശ്ചയവുമില്ല, ഒരു രൂപവുമില്ല. കേരളത്തിൽ വാസ്തവത്തിൽ വലിയ അനാസ്ഥയും വലിയ അലംഭാവവും അതുപോലെ കാര്യക്ഷമത ഇല്ലായ്മയും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളാണ് ഇതിൻ്റെ മുഴുവൻ ദുരിതം. നമ്മുടെ ഒരു തൊടുകുറിയാണല്ലോ, തലസ്ഥാനത്താണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. മുമ്പ് എത്രയോ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്ന കേരളത്തിൽ ഇത്രയും വലിയ ഒരു പിടിപ്പുകേടും അതുപോലെ തന്നെ ഒരു തകർച്ചയും വികസന തകർച്ചയും ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഇത് വളരെ അപമാനകരമാണ്. ഈ നടൻ മുകേഷിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇനി അപ്പീൽ പോകണ്ടെന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. അപ്പോൾ MLAക്ക് സംരക്ഷണം കൊടുക്കുകയാണോ? എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ നീതി എല്ലാവർക്കും ഒരുപോലെ ആവണം, നീതി എല്ലാവർക്കും ഒരുപോലെ ആവണം. നേതാക്കന്മാരെ കണ്ടതിൽ CPM-ന്റെ വ്യത്യസ്ത അഭിപ്രായം അല്ല, അതിൽ പിന്നെ മുന്നണി ബന്ധമൊന്നും അല്ല പ്രശ്നം. ഒരു പൊതുസമൂഹം പൊതുവിൽ ഇത്തരം കാര്യങ്ങളിൽ എന്ത് നടന്നു എന്നുള്ളത് അറിയാതെ വളരെ ആശങ്കയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ അവകാശമാണ് വിവരം ലഭിക്കുക എന്നുള്ളത്. ഇത്തരം കൂടിക്കാഴ്ച എന്തിനു വേണ്ടി നടന്നു, പൂരം അത് സാധാരണ പോലെ നടന്നില്ല, അത് ഈ കൂടിക്കാഴ്ചയുടെ ഫലമാണ് എന്ന ആരോപണം വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതിയൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് പൊതുജനങ്ങളുടെ അവകാശമാണ്, വിവരം ലഭിക്കേണ്ട അവകാശമാണ്. അത് സർക്കാർ കൊടുക്കുക തന്നെ വേണം. ഉണ്ട്, നമ്മൾ കാണുന്നുണ്ടല്ലോ. LDF-ലെ കക്ഷികളും LDF-ലെ എല്ലാവരും ഒരുപോലെ ഇത് ഈ ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാനിങ് നടന്നു, ചർച്ച നടന്നു, അതുകൊണ്ട് പൂരം കലങ്ങി, അതുകൊണ്ട് അവിടെ ഒരു പ്രത്യേക റിസൾട്ട് വന്നു എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് മുന്നണി ഭേദമന്യേ എല്ലാവരും ഒരുപോലെ പ്രതികരിച്ചല്ലോ, ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പൊതു അഭിപ്രായമാണ് എന്നർത്ഥം. അല്ല, അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്, ഇപ്പം പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ അറിവോട് ഇല്ല, അതാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് എന്താ നടന്നത് എന്നുള്ളത് പിന്നെ ഞാൻ ഇന്നലെ തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ഇന്നലെ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു. ഗവൺമെൻറ് അത് വ്യക്തമാക്കേണ്ട സാഹചര്യമുണ്ട്, മുഖ്യമന്ത്രി അത് വ്യക്തമാക്കേണ്ട കാര്യമുണ്ട്, ഒരു ക്ലാരിഫിക്കേഷൻ വേണം എന്നുള്ള ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഓക്കെ. കോൺഗ്രസിലെ ഒരു നേതാവ് BJP-ക്ക് പോകുന്നവർക്ക് ഇന്നൊരു മാധ്യമത്തിൽ വാർത്ത കണ്ടിരുന്നു. ഒരു മുതിർന്ന നേതാവ് കൂടി BJP-യിലേക്ക് പോകുന്നുള്ളതാണ് ഒരു വെളിപ്പെടുത്തൽ. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എന്ന വാർത്ത. അല്ല, വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരും, പക്ഷേ അങ്ങനെ ആരും അധികം കോൺഗ്രസ് പോയി കണ്ടിട്ടില്ല. പിന്നെ മാത്രമല്ല, കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ BJP-ക്ക് പകരമായി അനവധി MP-മാരുമായി പാർലമെൻറ്റിൽ തിരിച്ചു വന്നത്. അപ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ഒരു BJP-യേതര സർക്കാർ ഇന്ത്യ രാജ്യത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നായകത്വം വഹിക്കാൻ കോൺഗ്രസ് തന്നെയാണുള്ളത്. ഒറ്റപ്പെട്ട ആരെങ്കിലുമൊക്കെ പോയാലും ഒന്നും അതിനൊരു പോറൽ എടുക്കില്ല. ഈ VD സതീശൻ RSS-ന്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് V. മുരളീധരൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2006-ലും 2010-ലും ഒക്കെ ആയിട്ട് പലതവണയായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ 2006-ന് ശേഷം നദിയിലൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയി. VD സതീശൻ പിന്നെ എന്തെല്ലാം റോളിൽ വന്നു. ഇപ്പം ഇനി അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ കേരളം ഒരുപാട് ചർച്ച ചെയ്ത് പോയ കാര്യങ്ങളല്ലേ. എന്തിനു വേണ്ടിയായിരുന്നു കൂടിക്കാഴ്ച എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. LDF-ലെ അസംതൃപ്തരെ UDF-ലേക്ക് ക്ഷണിക്കുന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. VD സതീശൻ RSS നേതാക്കളെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെന്ന ആരോപണം, അതിനുശേഷം നദികളിലൂടെ എത്ര വെള്ളം ഒഴുകി, സതീശൻ എത്ര സ്ഥാനങ്ങളിൽ എത്തിയെന്നുമായിരുന്നുവെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മറുചോദ്യം. മുകേഷ് MLA-യുടെ മുൻകൂർ ജാമ്യത്തിൽ സർക്കാർ അപ്പീൽ പോകില്ലെന്ന നിലപാടിനോട് നീതി എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. കേരളത്തിൽ വാസ്തവത്തിൽ വലിയ അനാസ്ഥയും അലംഭാവവും കാര്യക്ഷമതയുമില്ലായ്മയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നതും. നിരവധി ഗവൺമെന്റുകൾ മാറി മാറി വന്ന കേരളത്തിൽ ഇത്തരത്തിൽ പിടിപ്പുകേടും വികസന തകർച്ചയും ഉണ്ടായ കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇത് അപമാനകരമാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ന്യൂസ് 99 മലപ്പുറം.